ഇനി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷവും യു.ഡി.എഫിന് കീറാമുട്ടിയായി സീറ്റ് വിഭജനം. കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ചർച്ച നടന്നുവെങ്കിലും സീറ്റുകൾ വച്ചുമാറുന്നതിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഇടുക്കിയും ഏറ്റുമാനൂരും കോൺഗ്രസിന് വിട്ടു നൽകാനാണ് നിലവിലെ ധാരണ. തിരുവമ്പാടി സീറ്റ് മുസ്ലിം ലീഗ് കോൺഗ്രസിന് നൽകും. പകരം തവനൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് ലീഗ് നേതൃത്വം അറിയിച്ചു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇടതു സ്ഥാനാർത്ഥികൾ കളം നിറയുമ്പോൾ യു.ഡി.എഫിന് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിയാത്തതിൽ അണികൾക്കും അമർഷമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 1 മണിക്കൂർ തികയും മുൻപേ ഇടതു സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിനിറങ്ങിയെങ്കിലും യു.ഡി.എഫിൽ സീറ്റ് വിഭജനം ഇനിയും പൂർത്തിയായിട്ടില്ല. കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അന്തിമ ധാരണയിലും എത്തിയില്ല. ഇടുക്കി ഏറ്റുമാനൂർ സീറ്റുകൾ കോൺഗ്രസിന് വിട്ടു നൽകാനാണ് നിലവിലെ ധാരണ. എന്നാൽ പൂഞ്ഞാർ സീറ്റ് കോൺഗ്രസ് പകരം നൽകില്ല. കാഞ്ഞിരപ്പള്ളി വെച്ചുമാറുന്നതിൽ ചർച്ച നടക്കുന്നുണ്ടെങ്കിലും തീരുമാനമായിട്ടില്ല. വിജയസാധ്യതയുള്ള 2 സീറ്റുകൾ എടുക്കുന്നത് മര്യാദയല്ലെന്ന് കോൺഗ്രസുമായുള്ള ചർച്ചയിൽ പി.ജെ. ജോസഫ് അറിയിച്ചിരുന്നു. നാളെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും. പ്രയാസമുണ്ട്. പിന്നെ മുന്നണിയായതുകൊണ്ട് ചർച്ചയിൽ നാളെ അവസാനമായിട്ട് പറയാം. അതേസമയം കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കുകയാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനും സീറ്റ് മാറ്റത്തിലെ കോൺഗ്രസ് നിർദ്ദേശം ചർച്ച ചെയ്യാനുമായി മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി മലപ്പുറത്ത് ചേർന്നു. തിരുവമ്പാടി വിട്ടുനൽകാൻ തയ്യാറാണെന്നും പകരം തവനൂരിൽ മത്സരിക്കണമെന്നും ലീഗ് കോൺഗ്രസിനെ അറിയിച്ചു. തിരുവമ്പാടിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടിരുന്നു. ഇന്നോ നാളെയോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പ്രചാരണത്തിന്റെ ആദ്യ ലാപ്പിൽ പിന്നിലാകുമെന്ന ആശങ്ക നേതാക്കൾക്കും അണികൾക്കും ഒരുപോലെയുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് യു.ഡി.എഫ് നീക്കം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.